ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സനാസ് എജ്യൂ ടിപ്സ്. കേട്ടിട്ട് മാരത്തോണിൻ്റെ 10ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ 10 ദിവസത്തെ ടൈം ടേബിൾ ഇട്ടതായിരുന്നു. സോ 10th ഡേ ആണിന്ന്. അപ്പോൾ നമുക്ക് നോക്കാം. ഇന്ന് ബേസിക് ആയിട്ട് കൺസ്ട്രക്റ്റിവിസം അതുപോലെ തന്നെ ബിഹേവിയറിസവുമായി റിലേറ്റ് ചെയ്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമ്മുടെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്നും കാണാറുള്ളതാണ് കൺസ്ട്രക്റ്റിവിസം റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൂടുതലും അല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു കൺസ്ട്രക്റ്റിവിസം നമ്മുടെ ടീച്ചിങ് പ്രോസസ്സിൽ കൊണ്ടുവന്നത് കൊണ്ടാണ് ഏറ്റവും കൂടുതൽ കൺസ്ട്രക്റ്റിവിസമായി റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് രണ്ടിനുമായി ബന്ധപ്പെട്ട കുറച്ച് ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്. കുറച്ച് കീ പോയിൻറ്റ്സും കൂടി പറഞ്ഞു പോവാം. ഓക്കെ, അപ്പം നമുക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ടീച്ചർ ഈസ് അപ്ലൈയിങ് കണ്ടീഷനിങ് പ്രിൻസിപ്പിൾസ് ടു ടീച്ച് ലാംഗ്വേജ് സ്കിൽസ് ടു റിട്ടാർഡഡ് ചിൽഡ്രൻ. ആസ് എ സൈക്കോളജിസ്റ്റ് ഹെർ പോയിന്റ് ഓഫ് വ്യൂ അപ്പിയേഴ്സ് ടു ബി ഫ്രോയിഡൻ, ബിഹേവിയറിസ്റ്റ്, ഫങ്ഷണലിസ്റ്റ്, ഗെസ്റ്റാൾട്ട്. ടീച്ചർ ഈസ് അപ്ലൈയിങ് കണ്ടീഷനിങ് പ്രിൻസിപ്പിൾസ്. ക്വസ്റ്റ്യൻ വായിച്ചാൽ തന്നെ നമുക്ക് ആൻസർ കിട്ടി. കണ്ടീഷനിങ് പ്രിൻസിപ്പിൾസ് ടു ടീച്ച് ലാംഗ്വേജ് സ്കിൽസ് ടു റിട്ടാർഡഡ് ചിൽഡ്രൻ. അപ്പോൾ റിട്ടാർഡഡ് ചിൽഡ്രൻസിന് ലാംഗ്വേജ് സ്കിൽസ് പഠിപ്പിക്കുമ്പോൾ ഏതാണ് ടീച്ചർ ഈസ് അപ്ലൈയിങ്? കണ്ടീഷനിങ് പ്രിൻസിപ്പിൾസ് ആണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഏതാണ്? ഓഫ് കോഴ്സ് ഏതായിരിക്കും? ബിഹേവിയറിസ്റ്റ് ആണ് അല്ലേ. അപ്പോൾ ഇവിടെ ടീച്ചർ കണ്ടീഷനിങ് എന്ന് തന്നെ പറഞ്ഞു. ആ ഒരു വാക്കിൽ തന്നെ നമുക്ക് അപ്പം തന്നെ നമുക്ക് ക്ലിക്ക് ആക്കാവുന്നതേ ഉള്ളൂ ബിഹേവിയറിസ്റ്റ് ആണെന്നുള്ള കാര്യം. അപ്പോൾ ഇവിടെ എന്താണ്? ദിസ് തിയറി ജനറലി റെഫേഴ്സ് ടു എക്വയറിങ് ന്യൂ ബിഹേവിയർ അല്ലെങ്കിൽ ലാംഗ്വേജ് സ്കിൽസ് അസോസിയേഷൻ വിത്ത് വേരിയസ് സ്റ്റിമുലസ് അല്ലേ. അപ്പോൾ ഇവിടെയാണ് കണ്ടീഷനിങ്ങൊക്കെ നമ്മൾ തിയറിയിലൊക്കെ പഠിച്ചതാണല്ലോ. അപ്പോൾ സ്റ്റിമുലസിൻ്റെയൊക്കെ ഒരു അസോസിയേഷൻ ആയിട്ട് അല്ലെങ്കിൽ റിട്ടാർഡഡ് ചിൽഡ്രൻസിനെ കണ്ടീഷനിങ് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ അത് ഏതിലാണ് വരുന്നത്? നമ്മുടെ ബിഹേവിയറിസത്തിലാണ് അല്ലേ. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ഇതിൽ ബിഹേവിയറിസ്റ്റ് എന്ന് പറയാം. ആസ് എ സൈക്കോളജിസ്റ്റ് ഹെർ പോയിന്റ് ഓഫ് വ്യൂ അപ്പിയേഴ്സ് ടു ബി ബിഹേവിയറിസ്റ്റ്. അപ്പോൾ നമുക്ക് ഈ ബിഹേവിയറിസവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് അധികം ചോദിക്കില്ല. അല്ലെങ്കിൽ ചോദിക്കുകയാണെങ്കിൽ അത് തന്നെ നമുക്ക് ഹിൻറ്റ് കിട്ടും. ഇപ്പോൾ കണ്ടീഷനിങ് പറഞ്ഞു, അല്ലെങ്കിൽ ഡയറക്റ്റ്ലി എന്ന് പറയും, അല്ലെങ്കിൽ ടീച്ചർ സെൻട്രിക്, അങ്ങനത്തെ കുറച്ച് പോയിന്റ്സ് നമുക്ക് തരും. ഓക്കെ, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് അപ്പോൾ തന്നെ ഇതിൽ ഏത് വ്യൂ ആണെന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി നിങ്ങൾക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആവും. നെക്സ്റ്റ് നോക്കാം. In the constructivist frame, the child is viewed as blank slate whose life is shaped entirely by experience, a passive being who can be shaped and molded into any form through conditioning, a problem solver and a scientific investigator, miniature adult who is less than adult in all aspects such as size, cognition, emotions. അപ്പോൾ എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? ഇൻ ദി കൺസ്ട്രക്റ്റിവിസ്റ്റ് ഫ്രെയിമിൽ ഒരു ദി ചൈൽഡ് ഈസ് വ്യൂഡ് ആസ്, എങ്ങനെയാണ് നമ്മൾ ചൈൽഡിനെ കാണുന്നത്? ഒരു കുട്ടിയെ നമ്മൾ കൺസ്ട്രക്റ്റിവിസ്റ്റ് ഫ്രെയിമിൽ എങ്ങനെയാണ് കാണുക? ആസ് എ പ്രോബ്ലം സോൾവർ അല്ലേ. ഒരു പ്രോബ്ലം സോൾവർ അല്ലെങ്കിൽ ഒരു സയൻറ്റിഫിക് ഇൻവെസ്റ്റിഗേറ്റർ ആയിട്ടാണ് അല്ലേ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് പോയിന്റ്സ് നോക്കാം. അപ്പോൾ നമ്മൾ കൺസ്ട്രക്റ്റിവിസ്റ്റ് ഫ്രെയിമിൽ ദി ചൈൽഡ് ഈസ് വ്യൂഡ് ആസ് ഇമാജിനേറ്റീവ് ഓൺ ദി ബേസിസ് ഓഫ് സോഴ്സസ് എന്ന് പറയാം, അല്ലെങ്കിൽ ലിറ്റിൽ സയൻറ്റിസ്റ്റ് അല്ലെങ്കിൽ മാർക്കേഴ്സ് ഓഫ് മീനിങ് എന്ന് പറയാം, അല്ലെങ്കിൽ പ്രോബ്ലം സോൾവർ ആൻഡ് സയൻറ്റിഫിക് ഇൻവെസ്റ്റിഗേറ്റർ ആയിട്ട് കാണാറുണ്ട്. അതുപോലെ ക്രിയേറ്റർ ഓഫ് നോളജ് ത്രൂ സോഷ്യൽ ഇൻറ്ററാക്ഷൻ, ദെൻ ബിൽഡേഴ്സ് ഓഫ് ന്യൂ നോളജ് ബൈ ആക്ടിവേറ്റിംഗ് ദി പ്രീവിയസ് വൺ. അപ്പോൾ ഈ കൺസ്ട്രക്റ്റിവിസ്റ്റ് ഫ്രെയിംവർക്കിൽ പറയാം കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. കുട്ടികളെ ഒരു ലിറ്റിൽ സയൻറ്റിസ്റ്റ് ആയിട്ട് കാണുക, അല്ലെങ്കിൽ കുട്ടികളൊരു സയൻറ്റിഫിക് ഇൻവെസ്റ്റിഗേറ്റർ ആയിട്ടും പ്രോബ്ലം സോൾവർ ആയിട്ടും അവർക്ക് അവരുടെ നോളജ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ത്രൂ സോഷ്യൽ ഇൻട്രാക്ഷൻസിലൂടെ, അവരുടെ എക്സ്പീരിയൻസിലൂടെ. ഓക്കെ, അപ്പോൾ ഇതിനൊക്കെ എല്ലാം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രീതിയിലാണ് കൺസ്ട്രക്റ്റിവിസ്റ്റിൻ്റെ ഒരു ഫ്രെയിം വർക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഈ ഒരു പോയിന്റ്സ് ഒക്കെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നോക്കാം. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസ്റ്റ് അപ്രോച്ച് ഓഫ് ലേണിംഗ് ഈസ് emphasis on child's cognition for learning, emphasis on processing of information for learning, emphasis on collaboration with others for learning, emphasis on experiences for learning. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസ്റ്റ്. അപ്പോൾ നമുക്കറിയാം കൺസ്ട്രക്റ്റിവിസ്റ്റ് നമുക്ക് രണ്ടാക്കി കാറ്റഗറൈസ് ചെയ്യാം. കൊഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസ്റ്റ് എന്നും സോഷ്യൽ കൺസ്ട്രക്റ്റിവിസ്റ്റ് എന്നും അല്ലേ. അപ്പോൾ ഞാൻ കൺസ്ട്രക്റ്റിവിസത്തിൻ്റെ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസ്റ്റ് എന്ന് പറയുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾ വൈഗോട്സ്കി ആയിട്ട് കണക്ട് ചെയ്യുക. ദെൻ പിന്നെ നമ്മുടെ കൊഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസ്റ്റ് പറയുമ്പോൾ നമ്മൾ ജീൻ പിയാഷെ ആയിട്ടൊക്കെ കണക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? സോഷ്യൽ കൺസ്ട്രക്റ്റിവിസ്റ്റിന് നോക്കുമ്പോൾ ലേണിംഗ് എങ്ങനെയാണ്, ഏതിനാണ് എംഫസൈസ് ചെയ്യുന്നത്? അപ്പോൾ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം പറയുമ്പോൾ എന്താണ്? സോഷ്യൽ ഇൻറ്ററാക്ഷനൊക്കെയാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ ഇതിലേതാണ്? അപ്പോൾ ലേണിംഗ് എംഫസിസ് ഓൺ കൊളാബറേഷൻ വിത്ത് അതേഴ്സ് ഫോർ ലേണിംഗ് അല്ലേ. ഇവിടെ കൊളാബറേറ്റീവ് ലേണിംഗ്. അപ്പോൾ നമ്മൾ ലൈവ് വൈഗോട്സ്കിയുടെ
തിയറി പഠിക്കുമ്പോൾ പറഞ്ഞു എഡ്യൂക്കേഷൻ ഇംപ്ലിക്കേഷൻസ് ആയിട്ട് പറഞ്ഞു കൊളാബറേറ്റീവ് ലേണിംഗ്, റെസിപ്രോക്കൽ ടീച്ചിങ് ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. സോ ഇതൊക്കെ ഏതിലാണ്? സോഷ്യൽ കൺസ്ട്രക്റ്റിവിസ്റ്റിൽ വരുന്നതാണ് അല്ലേ. അതുകൊണ്ട് നമുക്ക് പറയാം ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസ്റ്റ് അപ്രോച്ച് ഓഫ് ലേണിംഗ് ഈസ് എംഫസിസ് ഓൺ കൊളാബറേഷൻ വിത്ത് അതേഴ്സ് ഫോർ ലേണിംഗ്. ഓക്കെ അല്ലേ? നമുക്ക് കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. സോഷ്യൽ കൺസ്ട്രക്റ്റിവിസ്റ്റിൻ്റെ അപ്രോച്ചിൻ്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. അതിന് പറഞ്ഞത് തന്നെ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ആ പോയിന്റ് തന്നെയാണ്. ഇറ്റ് എംഫസിസസ് ഓൺ കൊളാബറേഷൻ വിത്ത് അതേഴ്സ് ഫോർ ലേണിംഗ്. കഴിഞ്ഞ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വന്നത് അല്ലേ. നെക്സ്റ്റ് അപ്പോൾ എന്താണ്? കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൺസ്ട്രക്റ്റിവിസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? കുട്ടികളുടെ ഇൻവോൾവ്മെൻ്റ് ആണ് അവിടെ, ആക്റ്റീവ് ഇൻവോൾവ്മെൻ്റ് ആണ്. സോ ഇവിടെയും അത് തന്നെയാണ്. എലോങ് വിത്ത് എന്താണ്? അവർ പിയറിൻ്റെ കൂടെ അല്ലെങ്കിൽ എന്താ ഒരു കൊളാബറേറ്റീവ് ഒരു അപ്രോച്ചാണ് ഇവിടെ പറയുന്നത്. ഒരു ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള അപ്രോച്ചാണ് പറയുന്നത്. ഇറ്റ് എൻഷ്യൂർസ് ആക്റ്റീവ് ഇൻവോൾവ്മെൻറ്റ് ഓഫ് ലേണേഴ്സ് ആൻഡ് പ്രൊമോട്ട്സ് പിയർ ട്യൂട്ടറിങ്. ദെൻ ഇറ്റ് അലോസ് learners to foster their own strategy of learning to perform an activity. അപ്പോൾ എന്താണ്? ഈ ഒരു സോഷ്യൽ കൺസ്ട്രക്റ്റിവിസ്റ്റ് അപ്രോച്ചിൽ ഒരു ലേണർക്ക് അവരുടേത് ഒരു ലേണിംഗ് സ്റ്റൈൽ അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജീസ് ക്രിയേറ്റ് ചെയ്യാൻ എന്താണ് ഒരു അവസരം കൊടുക്കുന്നുണ്ട് അല്ലേ. ഇറ്റ് വ്യൂസ് ലേണേഴ്സ് ആസ് മേക്കേഴ്സ് ഓഫ് മീനിങ്, അതായത് മീനിങ് മേക്കേഴ്സ് ആക്കിയിട്ട് കണക്കാക്കുക. ആൻഡ് ക്രിയേറ്റേഴ്സ് ഓഫ് നോളജ് ത്രൂ സോഷ്യൽ ഇൻട്രാക്ഷൻ. അപ്പോൾ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം പറയുമ്പോൾ സോഷ്യൽ ഇൻട്രാക്ഷൻ ആണ്. സോ ത്രൂ സോഷ്യൽ ഇൻട്രാക്ഷൻ ഒരു ലേണർക്ക് നോളജ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇത് അറിയാത്തവരുണ്ടെങ്കിൽ പോയിന്റ്സ് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് എക്സാമിൽ ഇതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ ഇങ്ങനത്തെ പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ അല്ലേ? നെക്സ്റ്റ് നോക്കാം. കൺസ്ട്രക്റ്റിവിസ്റ്റ് അപ്രോച്ച് സജസ്റ്റഡ് ദാറ്റ് dash is crucial for constructing knowledge. Prior knowledge of the learner, conditioning, punishment, rote memorization. അപ്പോൾ ഈ കൺസ്ട്രക്റ്റിവിസ്റ്റ് അപ്രോച്ചിൽ നോളേജ് കൺസ്ട്രക്ട് ചെയ്യാൻ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ വേണമെങ്കിൽ പറയാം നമുക്ക്. ഏതാണ് ഇതിൽ വരിക? പ്രയർ നോളേജ് ആണോ, കണ്ടീഷനിങ് ആണോ, പണിഷ്മെൻ്റ് ആണോ, റോട്ട് മെമ്മറൈസേഷൻ ആണോ? അപ്പോൾ നമുക്ക് പ്രയർ നോളേജ് ആണ് അല്ലേ. പ്രയർ നോളേജ് എന്ന് പറയുന്നത് നോളേജ് കൺസ്ട്രക്റ്റ് ചെയ്യാൻ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സംഭവം തന്നെയാണ് അല്ലേ. അപ്പോൾ നമ്മുടെ കൺസ്ട്രക്റ്റിവിസ്റ്റ് പ്രിൻസിപ്പിൾസിലടക്കം പറയുന്നുണ്ട് എന്തെങ്കിലും ഒരു ലേൺ ചെയ്യുന്നെങ്കിൽ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം അല്ല, ഒരു പ്രീവിയസ് നോളേജ് വേണം, പ്രയർ നോളേജ് വേണം എന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ. അതുകൊണ്ട് തന്നെ കൺസ്ട്രക്റ്റിവിസ്റ്റ് അപ്രോച്ച് സജസ്റ്റഡ് ദാറ്റ് പ്രയർ നോളേജ് ഓഫ് ദ ലേണർ ഈസ് ക്രൂഷ്യൽ ഫോർ കൺസ്ട്രക്റ്റിംഗ് നോളേജ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് അബൌട്ട് ലേണിംഗ് ഈസ് കറക്റ്റ് from a constructivist perspective? Which of the following statements about learning is correct from a constructivist perspective? Options നോക്കാം. Learning is the process of reproduction and recall. Learning is the process of rote memorization. Learning is conditioning of behaviors by repetitive association. Then learning is the process of construction of knowledge by active engagement. അപ്പോൾ എന്താണ് കൺസ്ട്രക്റ്റിവിസ്റ്റ് പെർസ്പെക്റ്റീവിൽ കറക്റ്റായ ഒരു സ്റ്റേറ്റ്മെൻറ്റ്? ഓഫ് കോഴ്സ് കറക്റ്റ്, ഫോർത്ത് ആൻസർ ആണ് അല്ലേ. ഫോർത്ത് ആണ് അല്ലേ. ലേണിംഗ് ഇസ് ദ പ്രോസസ് ഓഫ് കൺസ്ട്രക്ഷൻ ഓഫ് നോളേജ് ബൈ ആക്റ്റീവ് എൻഗേജ്മെൻറ്റ് എന്നുള്ളത്. അപ്പോൾ ഇത് ഡൗട്ടൊന്നും വരാൻ ചാൻസ് ഇല്ല. നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ചിൽഡ്രൻ ഹാവ് ദ പൊട്ടൻഷ്യൽ ടു ക്രിയേറ്റ് നോളേജ് ആൻഡ് മേക്ക് മീനിങ്. ഫ്രം ദിസ് പെർസ്പെക്റ്റീവ് ദ റോൾ ഓഫ് എ ടീച്ചർ ഈസ് ദാറ്റ് ഓഫ് എ കമ്മ്യൂണിക്കേറ്റർ ആൻഡ് ലെക്ചറർ, ഫെസിലിറ്റേറ്റർ, ഡയറക്ടർ, നെഗോഷിയേറ്റർ. പറയുന്നുണ്ട് ചിൽഡ്രൻ ഹാവ് ദ പൊട്ടൻഷ്യൽ ടു ക്രിയേറ്റ് നോളേജ് ആൻഡ് മേക്ക് മീനിങ്. അപ്പോൾ കുട്ടികൾക്ക് അവരുടേതായ നോളേജ് ക്രിയേറ്റ് ചെയ്യാനൊരു പൊട്ടൻഷ്യൽ ഉണ്ട് അല്ലേ. അതുകൊണ്ട് തന്നെ ഈ ഒരു പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ അപ്പോൾ ടീച്ചർ റോൾ എന്താണ്? അപ്പോൾ ഈ ഒരു പെർസ്പെക്റ്റീവ് എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? ഒരു കൺസ്ട്രക്റ്റിവിസം തന്നെയാണ്. സോ അപ്പോൾ കൺസ്ട്രക്റ്റിവിസ്റ്റ് അപ്രോച്ചിൽ അല്ലെങ്കിൽ കൺസ്ട്രക്റ്റിവിസ്റ്റ് വ്യൂവിൽ ടീച്ചർ എപ്പോഴും ആരാണ്? ടീച്ചർ ഈസ് എ ഫെസിലിറ്റേറ്റർ ആണ് അല്ലേ. ഫെസിലിറ്റേറ്റർ. ഓക്കെ അല്ലേ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് പോയിന്റ്സ് പറയാം. അപ്പോൾ നമ്മുടെ NCF-ലും പ്രത്യേകിച്ച് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മുടെ NCF-ൽ നമുക്ക് കുറച്ച് ഗൈഡ് ലൈൻസ് ഒക്കെ പറയുന്നത് ടീച്ചേഴ്സും നമ്മുടെ ടീച്ചേഴ്സുമായി ബന്ധപ്പെട്ട് സ്കൂൾസുമായി ബന്ധപ്പെട്ട കുറച്ച് ഗൈഡ് ലൈൻസ് എല്ലാം പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിലും എടുത്ത് പറയുന്ന കാര്യമുണ്ട്. ആസ് പെർ NCF ദ റോൾ ഓഫ് ദ ടീച്ചർ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് പോയിൻ്റായിട്ട് വരുന്നത് തന്നെ എന്താണ്? ദ ടീച്ചർ റോൾ എന്ന് പറയുമ്പോൾ ഒരു ഫെസിലിറ്റേറ്റർ ആയിട്ടാണ്. അപ്പോൾ കുട്ടികൾക്ക് നല്ലൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കി കൊടുക്കുക, അവർക്ക് അവരുടേതായിട്ടുള്ള എന്താണ് നോളജ് കൺസ്ട്രക്റ്റ് ചെയ്യാനൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കി കൊടുക്കുക, അവരെ പൊട്ടൻഷ്യൽ മാക്സിമം പുറത്ത് കൊണ്ടുവരിക എന്ന രീതിയിലാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് നോക്കാം. ദ ടീച്ചർ ഈസ് എ ഫെസിലിറ്റേറ്റർ ആസ് ഹിസ് റോൾ ഈസ് ടു ക്രിയേറ്റ് സച്ച് ആൻ അറ്റ്മോസ്ഫിയർ ഓഫ് ലേണിംഗ് വേർ ദ ചിൽഡ്രൻ ക്യാൻ ദംസെൽഫ് റിയലൈസ് ദർ ട്രൂ പൊട്ടൻഷ്യൽ ആൻഡ് മേക്ക് മീനിങ് ഓഫ് ദി നോളജ്. അപ്പോൾ കുട്ടികൾക്ക് നല്ലൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കുക,
അപ്പോൾ അവർക്ക് അവരുടെ ഒരു ട്രൂ പൊട്ടൻഷ്യൽ റിയലൈസ് ചെയ്യിപ്പിക്കാൻ ഒരു അവസരം കൊടുക്കുക. അപ്പോൾ മീനിങ് മേക്കിങ്ങിന് ഹെൽപ്പ് ചെയ്യുക എന്ന രീതിയാണ്. ഓക്കെ, എ ടീച്ചർ ഈസ് ദ വൺ ഹു പ്ലേസ് ഡൈവേഴ്സ് റോൾസ് ലൈക്ക് ഇന്നോവേറ്റർ, ആക്ഷൻ റിസർച്ചർ, പ്ലാനർ, മാനേജർ, കണ്ടന്റ് പ്രൊവൈഡർ, ഫെസിലിറ്റേറ്റർ, ലീഡർ, കോ ക്രിയേറ്റർ എക്സെട്ര. അപ്പോൾ ടീച്ചർക്ക് ഇവിടെ എങ്ങനെയാണ് റോൾ? ഒരു ഡൈവേഴ്സ് റോളാണ്. അതായത് ഒറ്റ റോളല്ല. ടീച്ചർ സംടൈംസ് എന്താണ് ഒരു റിസർച്ചറായിട്ട് അല്ലെങ്കിൽ ഒരു പ്ലാനറായിട്ട് ഒരു കുട്ടികളുടെ മുമ്പിൽ ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരു കണ്ടന്റ് പ്രൊവൈഡർ ആയിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു ലീഡർ ആയിട്ടായിരിക്കാം അല്ലേ. അപ്പോൾ ഇവിടെ ടീച്ചർക്ക് എന്താണ് ഒരു ഫെസിലിറ്റേറ്റർ എന്ന റോളാണ് എഗെയിൻ ഇവിടെ പറയുന്നത് അല്ലേ. ദെൻ ടു പ്രൊവൈഡ് എ സേഫ് സ്പേസ് ഫോർ ചിൽഡ്രൻ ടു എക്സ്പ്രസ് ദംസെൽഫ് ആൻഡ് സൈമൾട്ടേനിയസ്ലി ടു ബിൽഡ് ഇൻ സർട്ടൻ ഫോംസ് ഓഫ് ഇൻറ്ററാക്ഷൻസ്. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? കുട്ടികൾക്ക് ഒരു സോഷ്യൽ ഇൻട്രാക്ഷനുള്ള ഒരു അവസരം കൂടി നമുക്ക് ഈ ഒരു കൺസ്ട്രക്റ്റിവിസത്തിൽ അല്ലെങ്കിൽ ഒരു NCF 2005 പറയുന്ന പോലെയാണെങ്കിൽ ടീച്ചർക്ക് കൊടുക്കാൻ സാധിക്കണം അല്ലേ. അപ്പോൾ അവർക്ക് അവരുടേതായ കാര്യം എക്സ്പ്രസ് ചെയ്യാൻ ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കുക, അതുപോലെ തന്നെ സോഷ്യൽ ഇൻട്രാക്ഷൻസിനുള്ള ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കുക. അത് ആ ഒരു സമയത്താണ് നമ്മൾ പ്രോജക്റ്റ് മെത്തേഡും ഒക്കെ അല്ലേ, അതുപോലെ തന്നെ പിയർ ട്യൂട്ടറിങ് എല്ലാം നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ഇതിൻ്റെയൊക്കെ ബേസിലാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട NCFലൊക്കെ പറയുന്ന കാര്യം തന്നെയാണ് ടീച്ചർ ഈസ് എ ഫെസിലിറ്റേറ്റർ എന്നുള്ള കാര്യം. സോ ജസ്റ്റ് ഈ ഒരു പോയിന്റ് എന്തെങ്കിലും പുതിയ പോയിന്റ്സ് നിങ്ങൾ കിട്ടുവാണെങ്കിൽ എന്തായാലും തീർച്ചയായും നിങ്ങൾ നോട്ട്ബുക്കിൽ നോട്ട് ചെയ്ത് വെക്കണേ. നെക്സ്റ്റ് നോക്കാം. ഇൻ എ കൺസ്ട്രക്റ്റിവിസ്റ്റ് ക്ലാസ് റൂം ടീച്ചേഴ്സ് ഷുഡ് നോട്ട് ഡു വിച്ച് ഓഫ് ദ ഫോളോയിങ്. ശ്രദ്ധിക്കുക, ടീച്ചേഴ്സ് ഷുഡ് നോട്ട് ഡു വിച്ച് ഓഫ് ദ ഫോളോയിങ്. Allow students to develop their own strategies to solve questions, ask students to rote memorize, create situations for exploration, allow students to construct meanings for mathematics too. അപ്പോൾ ഇതിൽ എന്താ ചെയ്യാൻ പാടില്ലാത്തത് ഒരു കൺസ്ട്രക്റ്റിവിസ്റ്റ് ക്ലാസ് റൂമിൽ? ഓഫ് കോഴ്സ് എന്ത് പറ്റില്ല? റോട്ട് മെമ്മറൈസേഷൻ അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് പറയുന്നില്ല? കൺസ്ട്രക്റ്റിവിസത്തിൽ റോട്ട് മെമ്മറൈസേഷൻ പറയുന്നില്ല. അപ്പോൾ കുട്ടികൾക്ക് എന്താണ് ഡയറക്റ്റ് എക്സ്പീരിയൻസിലൂടെയൊക്കെയാണ് കുട്ടികളെ എന്താണ് ഓരോരോ കാര്യങ്ങളും പഠിപ്പിക്കുന്നത്, അല്ലാതെ റോട്ട് മെമ്മറൈസേഷനിലൂടെ എല്ലാം എന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ. സോ ഇവിടെ എന്താണ് ഇപ്പോൾ വരിക? ദ ടീച്ചർ ഷുഡ് നോട്ട് ഡു വിച്ച് ഓഫ് ദ ഫോളോയിങ്, ആസ്ക് സ്റ്റുഡൻസ് ടു റോട്ട് മെമ്മറൈസ് എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? അതിനപ്പോൾ ഡൗട്ട് വരാനൊന്നും ചാൻസ് ഇല്ല. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് NCF 2005 എന്ന് പറഞ്ഞൊരു ക്ലാസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കാണാം. അതിൽ കുറേ പോയിൻറ്റ്സ് മെയിൻ പോയിൻറ്റ്സെല്ലാം ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് വേണം ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കണേ. ദെൻ നെക്സ്റ്റ് നോക്കാം. ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ് ഡ്രോ ഓൺ വൺ അനദേഴ്സ് expertise while working on complex projects related to real world problems in dash classroom. അപ്പോൾ ക്വസ്റ്റ്യൻ ലെങ്തി ആയിട്ട് ഒരു വലിയൊരു സെൻറ്റൻസ് ആണ്. ഒന്നുകൂടി വായിക്കാം. ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ് ഡ്രോ ഓൺ വൺ അനദേഴ്സ് എക്സ്പെർട്ടൈസ് വൈൽ വർക്കിംഗ് ഓൺ കോംപ്ലക്സ് പ്രോജക്ട്സ് റിലേറ്റഡ് ടു റിയൽ വേൾഡ് പ്രോബ്ലംസ് ഇൻ ഡാഷ് ക്ലാസ് റൂം. ട്രഡീഷണൽ ക്ലാസ് റൂം ആണോ, കൺസ്ട്രക്റ്റിവിസ്റ്റിലാണോ, ടീച്ചർ സെൻട്രിക്കിലാണോ, സോഷ്യൽ കൺസ്ട്രക്റ്റിവിസ്റ്റിലാണോ? ഏതാ വരിക? ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ് ഡ്രോ ഓൺ വൺ അനദേഴ്സ് എക്സ്പെർട്ടൈസ്. ഇവിടെ പറഞ്ഞു ടീച്ചറും കുട്ടികളും കൂടി ചേർന്നിട്ട്. അപ്പോൾ തന്നെ നമുക്ക് കിട്ടി. ട്രഡീഷണൽ അല്ല, കൺസ്ട്രക്റ്റിവിസ്റ്റ് മാത്രമാണോ? അല്ല, കൺസ്ട്രക്റ്റിവിസ്റ്റ് മാത്രമാണ് കുട്ടികളുടെ മാത്രമായിരിക്കും പറയുക അല്ല, ടീച്ചേഴ്സിനും കൂടി ചേർന്ന് പറഞ്ഞു അല്ല. ഡ്രോ ഓൺ വൺ അനദേഴ്സ് എക്സ്പെർട്ടൈസ് വൈൽ വർക്കിംഗ് ഓൺ കോംപ്ലക്സ് പ്രോജക്ട്സ് റിലേറ്റഡ് ടു റിയൽ വേൾഡ് പ്രോബ്ലംസ്. അത് റിയൽ വേൾഡ് പ്രോബ്ലംസുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോജക്റ്റിൽ ടീച്ചറും സ്റ്റുഡൻസും കൂടിയിട്ടാണ് അല്ലേ. അപ്പോൾ ടീച്ചർ എന്താണ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ എന്താ വരുന്നത്? അവിടെ അല്ലെങ്കിൽ ടീച്ചർ കുറച്ച് ഗൈഡ് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറയാം. സോ ഇവിടെ എന്തായിട്ട് വരിക? അപ്പോൾ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസ്റ്റ് അല്ലേ വരിക. അപ്പോൾ വെറും കൺസ്ട്രക്റ്റിവിസ്റ്റ് അല്ല, സോഷ്യൽ കൺസ്ട്രക്റ്റിവിസ്റ്റ്. അപ്പോൾ ഇതൊരു സോഷ്യൽ കൺസ്ട്രക്റ്റിവിസ്റ്റ് ക്ലാസ് റൂമാണെന്ന് പറയാം. അപ്പോൾ ഇൻ ദീസ് ക്ലാസ് റൂംസ്, ദാറ്റ് മീൻസ് ഇൻ ദീസ് ക്ലാസ് റൂം ഉദ്ദേശിച്ചത് ഏതാണ്? സോഷ്യൽ കൺസ്ട്രക്റ്റിവിസ്റ്റ് ക്ലാസ് റൂമാണ്. Students are actively involved in discussions and projects related to real life situations, and the teacher facilitates and directs the activities by providing a proper environment and material to them to make them learn at their own pace അല്ലേ. അപ്പോൾ ഇങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ ആകുമ്പോൾ ടീച്ചർ എന്താണ് ഇവിടെ ഒരു ഫെസിലിറ്റേറ്റർ തന്നെയാണ് ഓഫ് കോഴ്സ് അല്ലേ. അപ്പം നല്ല പ്രോപ്പർ എൻവയോൺമെൻറ്റ് ഉണ്ടാക്കി കൊടുക്കുക എന്ന രീതിയിലാണ്. സോ ഇറ്റ് എംഫസിസസ് കൊളാബറേഷൻ വിത്ത് അതേഴ്സ് ഫോർ ലേണിംഗ്. അപ്പോൾ ഈ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസ്റ്റ് ക്ലാസ് റൂം ആകുമ്പോൾ എന്തൊക്കെ ഉണ്ടാവാം? ഇവിടെ ഒരു കൊളാബറേഷൻ ഉണ്ടാവില്ല. ഇറ്റ് എംഫസിസസ് കൊളാബറേഷൻ വിത്ത് അതേഴ്സ് ഫോർ ലേണിംഗ് എന്ന് പറയാം. ഇവിടെ ആക്റ്റീവ് ഇൻവോൾവ്മെൻറ്റ് വരുന്നുണ്ട്. ദെൻ പിയർ ട്യൂട്ടറിങ് നമുക്ക് പറയാം അല്ലേ. പിന്നെന്താ? ഇറ്റ് അലോസ് ലേണേഴ്സ് ടു ഫോസ്റ്റർ ദെയർ ഓൺ സ്ട്രാറ്റജീസ് of learning to perform an activity. Then it views learners as makers of meaning and creators of knowledge through social interactions. ഇതൊക്കെ മുമ്പ് പറഞ്ഞ പോയിന്റ് തന്നെയാണ്. അപ്പോൾ
മനസ്സിലാക്കി വെക്കുക. കുട്ടികളും ടീച്ചറും എന്നൊക്കെ ഒരുമിച്ച് ചോദിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ ഓപ്ഷൻ നോക്കുക. കൺസ്ട്രക്റ്റിവിസ്റ്റ് മാത്രമാണെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. പക്ഷെ രണ്ടും വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്താണ്, രണ്ടു പേരും എന്ന് പറയുമ്പോൾ എന്താണ്, അവിടെ ടീച്ചർ ഒരു ഗൈഡ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ടീച്ചർ എന്താണ് ആ ഒരു ആക്ടിവിറ്റിന് ഡയറക്റ്റ് ചെയ്യുന്നുണ്ട്. സോ അവിടെ എന്തായിരിക്കും, ഒരു സോഷ്യൽ ഇൻട്രാക്ഷൻ വരുന്നുണ്ട് അല്ലേ. അതുകൊണ്ട് തന്നെ അതെന്തായിരിക്കും, സോഷ്യൽ കൺസ്ട്രക്റ്റിവിസ്റ്റ് ആയിരിക്കും. കൂടുതലും ഇങ്ങനെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യും, കൺസ്ട്രക്റ്റിവിസ്റ്റ് എന്ന രീതിയിൽ ടിക്ക് ചെയ്യും. സോ അങ്ങനെ ആവരുത്, അത് ക്ലിയർ ആക്കി മനസ്സിലാക്കുക. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കൺസ്ട്രക്റ്റിവിസം എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കണം, കൺസ്ട്രക്റ്റിവിസം എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുക, കുട്ടികളുടെ കാര്യങ്ങൾ മാത്രമാണ് അവിടെ പറയുന്നതെങ്കിൽ അവിടെ കൺസ്ട്രക്റ്റിവിസം ആണ്. കൂടെ ടീച്ചർ അല്ലെങ്കിൽ പിയർ അങ്ങനെ ഏതെങ്കിലും നമ്മുടെ എന്താണ് വൈഗോട്സ്കിയുടെ തിയറിയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ പിയർ ട്യൂട്ടറിങ്, കൊളാബറേറ്റീവ് ലേണിംഗ്, റെസിപ്രോക്കൽ ടീച്ചിങ്, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കണക്ട് ചെയ്ത് വരികയാണെങ്കിൽ അവിടെ എന്താണ് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസ്റ്റ് അപ്രോച്ച് എന്നുള്ള കാര്യം ഒന്ന് മനസ്സിൽ ഉറപ്പിക്കുക. ഓക്കെ, അപ്പോൾ കൺസ്ട്രക്റ്റിവിസവും സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസ്റ്റിൻ്റെ കാര്യം ഇപ്പം നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം ഇനി അപ്പോൾ എന്താണ് ട്രഡീഷണലും കൺസ്ട്രക്റ്റിവിസ്റ്റും ടീച്ചർ സെൻട്രിക്കും അതും ജസ്റ്റ് ഒന്ന് പറയാം. ഇപ്പം ട്രഡീഷണൽ പറയുമ്പോൾ എന്താണ്, ഇറ്റ് റെഫേഴ്സ് ടു ടീച്ചർ സെൻട്രിക് ക്ലാസ് റൂം അല്ലേ. ട്രഡീഷണൽ ക്ലാസ് റൂം എന്ന് പറയുമ്പോൾ ടീച്ചർ സെൻട്രിക് ക്ലാസ് റൂം. അവിടെ ടീച്ചർ എന്താണ് സിംപ്ലി കാര്യങ്ങൾ ലെസനൊക്കെ ഇങ്ങനെ എടുക്കുന്നു. അവിടെ പ്രത്യേകിച്ച് എന്താണ് ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ടീച്ചിങ് എയ്ഡ്സ് ഒന്നും യൂസ് ചെയ്യുന്നുള്ളതാണ് അതിൻ്റെ മെയിനായിട്ട് വരുന്ന ഒരു പോയിന്റ്. അവിടെ എന്താണ് ടീച്ചർ സെൻട്രിക് ആയിരിക്കും, അവിടെ എഫക്റ്റീവ് ആയിട്ടുള്ള ടീച്ചിങ് എയ്ഡ്സ് ഒന്നും യൂസ് ചെയ്യില്ല. എവിടെയാണ്, ട്രഡീഷണൽ ക്ലാസ് റൂമിൽ. ഓക്കെ, ദെൻ കൺസ്ട്രക്റ്റിവിസ്റ്റ് ക്ലാസ് റൂം എന്ന് പറയുമ്പോൾ എന്താണ്, ഇവിടെ ചൈൽഡ് സെൻറ്റേർഡ് ആണ്. ഓക്കെ, ഇവിടെ ചൈൽഡ് സെൻറ്റേർഡ് ക്ലാസ് റൂം ആയിരിക്കും. കുട്ടികൾ ആക്റ്റീവ്ലി എന്താണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യും ഓരോരോ ലേണിംഗ് പ്രോസസ്സിലും. അതുപോലെ തന്നെ ദേ ക്യാൻ ഏബിൾ ടു എന്താണ് കൺസ്ട്രക്ട് ദെയർ ഓൺ നോളേജിൽ അവർ നോളേജ് കൺസ്ട്രക്ട് ചെയ്യും ത്രൂ ദെയർ എക്സ്പീരിയൻസ്. അവർ ലേണിംഗ് പ്രോസസ്സിൽ ആക്റ്റീവായിട്ട് ഇൻവോൾവ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസിലൂടെയൊക്കെ തന്നെ ഇവർ എന്ത് ചെയ്യുന്നുണ്ട്, നോളേജ് കൺസ്ട്രക്ട് ചെയ്യുന്നു പറയുന്നുണ്ട്. അതാണ് കൺസ്ട്രക്റ്റിവിസ്റ്റ് ക്ലാസ് റൂമിൽ വരുന്നത്. ദെൻ ടീച്ചർ സെൻട്രിക് എന്ന് മാത്രം പറയുകയാണെങ്കിൽ എന്താണ് അവിടെ ടീച്ചർ സെൻട്രിക് എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്, ഇവിടെ എന്താണ് ടീച്ചറുടെ ഒരു ആക്റ്റീവ് ഇൻവോൾവ്മെൻ്റ് ആണ്. അപ്പോൾ സ്റ്റുഡൻറ്റ് സെൻട്രിക് അല്ലെങ്കിൽ ചൈൽഡ് സെൻട്രിക് എന്ന് പറയുമ്പോൾ കുട്ടികളുടെ ഒരു ആക്റ്റീവ് ഇൻവോൾവ്മെൻ്റ് ആണ് വരുന്നത്. ടീച്ചർ സെൻട്രിക് എന്ന് പറയുമ്പോൾ എന്താണ് ടീച്ചറുടെ ഒരു ആക്റ്റീവ് ഇൻവോൾവ്മെൻ്റ് ആണ്. ഓക്കെ, ഇറ്റ് റെഫേഴ്സ് ടു ദി ആക്റ്റീവ് ഇൻവോൾവ്മെൻറ്റ് ഓഫ് ടീച്ചേഴ്സ് in the classroom or learning process while the learners passively listen to the teacher. അപ്പോൾ ഇവിടെ എന്താണ് ലേണേഴ്സ് എന്താ ചെയ്യാണ്, ജസ്റ്റ് ടീച്ചർ എന്താ പറയുന്നത് ജസ്റ്റ് ഇങ്ങനെ ലിസൺ ചെയ്യുക മാത്രമോ ചെയ്യുന്നത്. ഇവിടെ എന്താ കുട്ടികളുടെ ഒരു ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ എവിടെ വരുന്നില്ല, ടീച്ചർ സെൻട്രിക്കിൽ വരുന്നില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ജസ്റ്റ് കുറച്ച് ഡിഫറൻസ് ഒക്കെ നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മുടെ ഈ ട്രഡീഷണൽ ക്ലാസ് റൂമും നമ്മുടെ ഒരു എന്താ പറയുക ബിഹേവിയറിസ്റ്റും ക്ലാസ് റൂമൊക്കെ സെയിം തന്നെയാണ്. അപ്പോൾ അവിടെയും എന്താണ് ബിഹേവിയറിസ്റ്റിൽ പറയുന്നത് അങ്ങനെ അതേപോലെ തന്നെ അല്ലേ, എന്താണ് ടീച്ചേഴ്സിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, ടീച്ചർ കാര്യങ്ങൾ കൺവേ ചെയ്യുന്ന എന്ന രീതിയിൽ തന്നെയാണ് അവിടെയും വരുന്നത്. അപ്പോൾ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. അപ്പോൾ ക്വസ്റ്റ്യനിൽ ഒരുപാട് ട്വിസ്റ്റായിട്ടൊന്നും വരത്തില്ല. അപ്പോൾ നിങ്ങൾ ഓപ്ഷൻസ് നോക്കിയിട്ട് ശ്രദ്ധിച്ച് ചെയ്യുക. നിങ്ങൾക്ക് മെയിനായിട്ട് അറിയേണ്ടത് ബിഹേവിയറിസ്റ്റിൽ എങ്ങനെയായിരിക്കും, ട്രഡീഷണൽ അല്ലെങ്കിൽ ക്ലാസ് റൂമിൽ എങ്ങനെയായിരിക്കും, അവിടെ ടീച്ചേഴ്സിനായിരിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവരെ മനസ്സിലാക്കുക. ഒരു കൺസ്ട്രക്റ്റിവിസ്റ്റ് ക്ലാസ് റൂമിൽ എന്തായിരിക്കും കുട്ടികൾക്കാണ് അവിടെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ അല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂസ്ഡ് ആവരുത്. ദെൻ നെക്സ്റ്റ് നോക്കാം. ഇൻ ബിഹേവിയറിസ്റ്റ് അപ്രോച്ച് ടീച്ചിങ് ലേണിംഗ് പ്രോസസ് ഈസ്, ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ് എങ്ങനെയായിരിക്കും, ബിഹേവിയറിസ്റ്റ് അപ്രോച്ചിലാണേ ടീച്ചർ സെൻട്രിക് ആണോ, ചൈൽഡ് സെൻട്രിക് ആണോ, കൊളാബറേറ്റീവ് ആണോ, പെയർ ട്യൂട്ടറിങ് ആണോ. ഇൻ ബിഹേവിയറിസ്റ്റ് അപ്രോച്ച് ടീച്ചിങ് ലേണിംഗ് പ്രോസസ് ഈസ് എന്താണ് ടീച്ചർ സെൻട്രിക് ആണ് അല്ലേ. ടീച്ചിങ് ലേണിംഗ് പ്രോസസ് എന്ന് പറയുമ്പോൾ നമുക്ക് ടീച്ചർ സെൻട്രിക് ആണെന്ന് പറയാം. ഇത് നെക്സ്റ്റ് നോക്കാം. എ മെത്തേഡ് ഓഫ് ലേണിംഗ് സജസ്റ്റഡ് ബൈ കൊഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസ്റ്റ്. അപ്പോൾ നമ്മൾ പറഞ്ഞു കൺസ്ട്രക്റ്റിവിസം പറഞ്ഞപ്പോൾ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം ഉണ്ട്, കൊഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസം ഉണ്ട് അല്ലേ. അപ്പോൾ ഇതിൽ കൊഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസ്റ്റ് സജസ്റ്റ് ചെയ്യുന്ന മെത്തേഡ് ഓഫ് ലേണിംഗ് ഏതാണ്, പിയർ ട്യൂട്ടറിങ്, ഡിസ്കവറി ലേണിംഗ്, റെസിപ്രോക്കൽ ടീച്ചിങ്, ഓൾ ഓഫ് ദീസ്. ഇപ്പോൾ കൊഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ് ഹൈലി കണക്റ്റഡ് ടു എന്താണ് കൊഗ്നിറ്റീവ് ആയിട്ടുള്ള മെൻ്റൽ എബിലിറ്റീസുമായിട്ട് കണക്ട് ചെയ്ത് കൂടുതൽ നോക്കുക. അപ്പോൾ അങ്ങനെയാണ് ഏതാ വരുന്നത് തന്നെ പിയർ ട്യൂട്ടറിങ് പറയുമ്പോൾ എന്താണ് വരത്തില്ല അല്ലേ, അവിടെ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം ആണ്. ദെൻ ഓപ്ഷൻ ബി ആണ് അല്ലേ ഡിസ്കവറി ലേണിംഗ് എന്നുള്ളതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു സ്ലൈഡ് ജസ്റ്റ് നോക്കി വയ്ക്കുക. അപ്പോൾ മെത്തേഡ്സ് ഓഫ് ലേണിംഗ് സപ്പോർട്ടഡ് ബൈ കൊഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസ്റ്റ് സജസ്റ്റ് ചെയ്യുന്ന കുറച്ച് ലേണിംഗ് മെത്തേഡ്സ് ഉണ്ട്. ഡിസ്കവറി ലേണിങ്ങും ബ്രെയിൻ സ്ട്രോമിങ്ങും അതുപോലെ തന്നെ കൺസെപ്റ്റ് മാപ്പിംഗ് അതിൻ്റെ എക്സാമ്പിൾസൊക്കെ നമുക്ക് പറയാം. ദെൻ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസ്റ്റ് സജസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്,
റെസിപ്രോക്കൽ ടീച്ചിങ്ങും പിയർ ടീച്ചിങ്ങും അതുപോലെ തന്നെ പ്രോബ്ലം ബേസ്ഡ് ഇൻസ്ട്രക്ഷൻ ഉള്ള അങ്ങനെ രീതിയിലുള്ള അപ്രോച്ചസ് എല്ലാം നമുക്ക് എന്ത് പറയാം, സോഷ്യൽ കൺസ്ട്രക്റ്റിവിസ്റ്റിൻ്റെ പറയാം. അപ്പോൾ ഇത്ര ഓർക്കുക, കോഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസ്റ്റിൻ്റെ അപ്രോച്ചൊക്കെ എന്തായിരിക്കും, ഹൈലി റിലേറ്റഡ് ടു മെൻ്റൽ എബിലിറ്റീസുമായി റിലേറ്റ് ചെയ്തുള്ള കാര്യങ്ങളായിരിക്കും. അപ്പോൾ അവിടെ ഒരു ഇൻറ്ററാക്ഷൻ എന്നുള്ള കാര്യം അധികം വരത്തില്ല. ദെൻ ഇവിടെ എന്താ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം പറയുമ്പോൾ മെയിൻലി ഫുള്ളി ഫോക്കസ്ഡ് ഓൺ സോഷ്യൽ ഇൻട്രാക്ഷനിലൂടെ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഡിസ്കവറി ലേണിംഗ് എന്നുള്ളതാണ് അല്ലേ. മെത്തേഡ് ഓഫ് ലേണിംഗ് സജസ്റ്റഡ് ബൈ കോഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസം എന്ന് പറയുന്നത് എന്താണ്, ഡിസ്കവറി ലേണിംഗ്. ഓക്കെ അല്ലേ. അപ്പോൾ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു ഈ 10 ക്വസ്റ്റ്യൻസും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒത്തിരി ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സാമിന് വരാൻ ചാൻസ് ഉണ്ട്. ഈ കൺസ്ട്രക്റ്റിവിസവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉള്ളത് കൺസ്ട്രക്റ്റിവിസം റിലേറ്റ് ചെയ്തിട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യുവാണ്. ആദ്യത്തെ 10 ദിവസം അപ്പോൾ നമ്മളൊരു 10 ഡേയ്സ് ജനുവരി 1 മുതൽ ജനുവരി 10 വരെ ഡെയിലി നമ്മൾ മാരത്തോൺ സീരീസ് കറക്റ്റായി കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോവാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എങ്ങനെയുണ്ടായിരുന്നു, മാരത്തോൺ യൂസ്ഫുൾ ആയെന്നുള്ള കാര്യം നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു സെഷൻസ് എല്ലാം യൂസ്ഫുൾ ആവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യാനും മറക്കല്ലേ. പിന്നെ നമുക്ക് ഇനിയിപ്പോൾ കേറ്റിൻ്റെ എക്സാം കുറച്ചിങ്ങനെ നീണ്ടു പോകുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇനിയിപ്പോൾ ഈ മാസം ലാസ്റ്റൊക്കെയാണെന്നും പറയുന്നു. അപ്പോൾ നമുക്ക് ഈ മാസം ലാസ്റ്റൊക്കെ നോട്ടിഫിക്കേഷൻ വന്നാൽ നമുക്കൊരു ഫെബ്രുവരി ലാസ്റ്റ് അല്ലെങ്കിൽ മാർച്ച് ഫസ്റ്റ് വീക്ക് ആവും അങ്ങനെയാണെങ്കിൽ എക്സാം വരാനല്ലേ. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ടൈം കിട്ടി. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു 10 ദിവസവും ഞാൻ ക്ലാസ്സസ് ഒന്നും ചെയ്യാതിരുന്നത്. അപ്പോൾ നമുക്കിനി കുറച്ച് ക്ലാസ്സസ് ഒക്കെ ബാക്കിയുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് റെഗുലറായിട്ട് സിലബസ് ബേസ് നമ്മൾ ക്ലാസ്സസ് ചെയ്തുകൊണ്ടിരുന്നതായിരുന്നു. അപ്പോൾ ഈ മാരത്തോൺ പഠിക്കുന്ന സമയത്ത് കുറച്ച് നിങ്ങളും പഠിക്കില്ല, റിവിഷൻ ചെയ്യില്ല എന്നാണ് ഞാൻ വിചാരിച്ചാൽ ഞാൻ ഒന്ന് ഇങ്ങനത്തെ ഒരു സെഷൻ ഞാൻ ഇൻക്ലൂഡ് ചെയ്തത്. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് സ്പീഡപ്പ് ആക്കാൻ നിങ്ങളുടെ കാര്യം വെച്ചാൽ പിന്നെ ഇൻ കേസ് എക്സാം ഈ മന്ത് ലാസ്റ്റ് വരുവാണെങ്കിലും അടുത്ത മാസം ഫസ്റ്റൊക്കെ എക്സാം വരുവാണെങ്കിൽ അപ്പം നമുക്ക് പെട്ടെന്ന് കണ്ടിന്യൂ ചെയ്ത് കറക്റ്റായി പോകാമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷെ നമുക്ക് എക്സാം ലേറ്റ് ആവുന്നത് കൊണ്ടാണ് ഞാൻ ക്ലാസ്സസ് അപ്ലോഡ് ചെയ്യാതിരുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് പോർഷൻസും കൂടി ബാക്കിയുണ്ട്. ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ട കുറച്ച് തിയറീസ് ബാക്കിയുണ്ട്. അതുപോലെ തന്നെ പെഡഗോജിയുമായി റിലേറ്റഡ് കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാനുണ്ട്. അതൊക്കെ നമുക്ക് ഇനി വരും ദിവസങ്ങൾ അതൊക്കെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ഞാനത് ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ട് ഏതൊക്കെ ദിവസം ഇനി ഏതൊക്കെ ടോപ്പിക്കാന്നുള്ള കാര്യം സെറ്റ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കീപ്പ് വാച്ചിങ്, നല്ല രീതിയിൽ പഠിക്കുക. ഇനിയുള്ള ദിവസങ്ങളൊക്കെ നമ്മൾ കുറച്ച് ടോപ്പിക്സും അതുപോലെ തന്നെ ഇതും നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ടോപ്പിക്സും കുറച്ചും കൂടി ചെയ്യാം നമുക്ക്. ഓക്കെ, അപ്പോൾ നല്ല രീതിയിൽ തന്നെ എല്ലാ സബ്ജക്റ്റും പഠിക്കുക. ഇതുപോലത്തെ സൈക്കോളജി മാത്രമേ നിങ്ങൾക്ക് ബാക്കിയും സബ്ജക്റ്റ് ഉണ്ട്, അതും നല്ല രീതിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് പഠിക്കുക. ഇടയ്ക്ക് റിവിഷൻ ചെയ്ത് നോക്കുക.